ഇവിടെ ദുർവാസാവ് എന്ന് പറയുന്നൊരു മഹർഷി, അദ്ദേഹത്തിന് ദേവകന്യകമാരൊരു മാല കൊടുത്തു. ഈ മാല അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടി. വളരെ സുന്ദരമായ സുഗന്ധപൂരിതമായ മാലയാണ്. ഒരു മഹർഷി എന്നുള്ള നിലയിൽ തനിക്കിത് കൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല. പക്ഷേ ഒരു സമ്മാനമായി കിട്ടിയപ്പോൾ അത് മറ്റാർക്കെങ്കിലും കൊടുക്കാം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇതുമായിട്ട് അദ്ദേഹം വരുന്ന സമയത്താണ് ദേവരാജാവായ ഇന്ദ്രനെ കണ്ടു. ഇന്ദ്രൻ ഈ മാല സമ്മാനിച്ചു. ഇന്ദ്രനാകട്ടെ ഇത് തൻ്റെ ശിരസിൽ ചൂടാൻ വേണ്ടിയിട്ട് തൻ്റെ കിരീടമൊക്കെ താഴ്ത്തി വെക്കുന്ന സമയത്ത് ഈ മാല എടുത്ത് താൻ സഞ്ചരിക്കുന്ന ഐരാവതം എന്ന് പറയുന്ന ആനയുടെ മസ്തകത്തിലേക്ക് വെച്ചു. ആ മൂർധാവിലേക്ക് ആ മാല വെച്ചിട്ട് ഈ തൻ്റെ മുടിയുടെ ഭാഗത്തിലേക്ക് ഇത് ചൊരുകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന സമയം കൊണ്ട് ഈ വണ്ടുകൾ കടന്നു വന്നിട്ട് ഈ മാലയിലുള്ള തേൻ കുടിക്കാനും ഇതിൻ്റെ സുഗന്ധത്തെ ഇഷ്ടപ്പെട്ട് വണ്ടുകൾ കടന്നു വന്നു. ഈ വണ്ടുകളൊരു ശല്യമായി എന്ന് തോന്നിയ ആന എന്ത് ചെയ്തു? തുമ്പിക്കൈ കൊണ്ട് ഈ മാല എടുത്ത് നിലത്തേക്ക് ഇട്ടിട്ട് അത് നേരെ ചവിട്ടി മതിച്ചു കളഞ്ഞു. അപ്പോൾ താൻ സമ്മാനമായി കൊടുത്ത മാലയെ തൻ്റെ മുന്നിലിട്ട് ചവിട്ടി മതിക്കുന്നത് ഒരനാദരവായിട്ട് ആർക്ക് തോന്നി? അവിടെ ദുർവാസാവിന് തോന്നി. ദുർവാസാവ് അവിടെ ദേവന്മാരുടെ അവസ്ഥയ്ക്ക് നേരെ വിപരീതമായ അവസ്ഥ ഉണ്ടാകട്ടെ എന്ന് ശപിച്ചു. ജരാനരകൾ വന്നു പോകട്ടെ എന്ന് പറഞ്ഞു. മനസ്സിലല്ലേ? ജരാനരകൾ ചെന്താ ദുർബലന്മാരായി പോകട്ടെ എന്നാണ് അതിൻ്റെ ഒരു തലം. വാർദ്ധക്യം വരുമ്പോൾ നമുക്ക് ശക്തി ഉണ്ടാവുമോ? നമുക്ക് ശക്തി ക്ഷയിക്കും. ഇവിടെ അസുരന്മാരാകട്ടെ ദേവന്മാരുടെ ബലം കുറയാൻ കാത്തിരിക്കുകയാണല്ലേ. അങ്ങനെയുള്ളവരാണ് അസുരന്മാർ. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ ഒരു ശാപം വന്നു ചേർന്നത്. ജരാനരകൾ ഉണ്ടാകട്ടെ എന്ന ശാപം വന്നു ചേർന്നു. ഇതോടുകൂടി ദേവന്മാർ ദുർബലന്മാരായി, അസുരന്മാരാകട്ടെ ദേവന്മാരെ അതിക്രമിച്ച് അവരുടെ രാജ്യമൊക്കെ സ്വന്തമാക്കി. ഇങ്ങനെയുള്ള അവസ്ഥയിൽ എങ്ങനെയാണ് രക്ഷ പ്രാപിക്കേണ്ടതെന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ദേവന്മാരെല്ലാവരും കൂടി നേരെ ബ്രഹ്മാവിനെ സമീപിച്ചു. ബ്രഹ്മാവും ശിവനും എല്ലാവരും നേരെ വൈകുണ്ഠത്തിലെത്തി സാക്ഷാൽ വിഷ്ണുവിനോട് തങ്ങളുടെ ദുഃഖം പറഞ്ഞു. ഈ ദുഃഖങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവർ സഹായത്തിനോടിയത് ത്രിമൂർത്തികളടുത്താണ്. അങ്ങനെ ത്രിമൂർത്തികളടുത്ത് ഈ ദുഃഖങ്ങളൊക്കെ വന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ വളരെ കൃത്യമായിട്ട് വിഷ്ണു ഭഗവാൻ പറഞ്ഞു, പാലാഴിയെ മദനം ചെയ്ത് അതിൽ നിന്ന് ഔഷധമായി എന്ത് സ്വീകരിക്കണം? അമൃത് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പാലാഴി മദനത്തിന് വേണ്ടി തയ്യാറെടുത്തു. ദിവ്യമായ ഔഷധങ്ങളെല്ലാം കൊണ്ടുവന്ന് പാലാഴിയിലേക്ക് നിക്ഷേപിച്ചു. അങ്ങനെ നിക്ഷേപിച്ചതിന് ശേഷം ഈ പാലാഴി കടയാനുള്ള മത്തായിട്ട് മന്ദരപർവ്വതം എന്ന പർവ്വതത്തെ കൊണ്ടുവരാൻ വേണ്ടി ദേവന്മാർ പോയി. അവരെ കൊണ്ട് മാത്രം പറ്റാൻ അസുരന്മാർ പോയി. ഇവിടെ ദേവന്മാരുടെ ആവശ്യമാണെങ്കിലും വിഷ്ണു ഭഗവാൻ ദേവേന്ദ്രനോട് പറഞ്ഞു, നിങ്ങൾ അസുരന്മാരുടെ കൂടി സഹായം ചോദിച്ചു വാങ്ങണം. എന്താ കാരണം? അത് ദേവന്മാർ ഒന്നാമതിപ്പോൾ ദുർബലന്മാരാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒറ്റയ്ക്ക് ഒരു ഭാഗത്ത് മാത്രം നിൽക്കാനുള്ള ശേഷി പോലും ഇല്ല. അപ്പോൾ രണ്ട് ഭാഗത്ത് കടയുമ്പോൾ രണ്ട് ഭാഗത്തും ആൾ വേണമല്ലോ. രണ്ട് ഭാഗത്തു നിന്ന് കയറ് വലിക്കാൻ ആൾ വേണം. അപ്പോൾ രണ്ട് ഭാഗത്തും ആൾ വേണമെങ്കിൽ ഒരു ഭാഗത്ത് തന്നെ നിൽക്കാൻ ദുർബലരാണ് ദേവന്മാർ. അപ്പോൾ അവരെ കൊണ്ട് മാത്രം രണ്ട് ഭാഗം നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആരെയും കൂടെ വിളിക്കാൻ പറഞ്ഞു അസുരന്മാരെ. സാധാരണഗതി നമുക്കറിയാം അസുരന്മാർ ദേവന്മാരോടൊപ്പം ചേരുന്നവരല്ല, ആണോ? ഒരിക്കലും അല്ല. പക്ഷേ ഇവിടെ വിഷ്ണു പറഞ്ഞു, ആപത്ത് വരുമ്പോൾ, മനസ്സിലായില്ലേ, മറ്റു രക്ഷയൊന്നും ഇല്ലാത്തപ്പോൾ ശത്രുവിനെയും ചിലപ്പോൾ ആശ്രയിക്കേണ്ടി വരും. അതുകൊണ്ട് ആശ്രയിച്ചു കൊള്ളാൻ പറഞ്ഞു. ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. നമ്മൾ സാധാരണ ചിലപ്പോൾ പറയില്ലേ, അകലെയുള്ള ബന്ധുവിനേക്കാൾ ചിലപ്പോൾ നല്ലത് അടുത്തുള്ള ശത്രുവാണ്. മനസ്സിലായില്ലേ? ശത്രു എന്ന് പറയുന്നത് എപ്പോൾ ഒരു സ്ഥിരമായ ഒന്നൊന്നുമല്ല. നമ്മളൊക്കെ ചില ശത്രുവിനെ സ്ഥിരമാണെന്ന് ധരിച്ച് നമ്മളിങ്ങനെ സ്ഥിരമായി കൊണ്ടു കിടക്കുന്നതാണ്. ഏതെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ടോ ഏതെങ്കിലും ശൈലി കൊണ്ടോ അല്ലേ നമുക്കൊരാൾ ശത്രുവാകുന്നത്? അല്ലേ? നമ്മുടെ ശത്രു ലോകത്തുള്ള എല്ലാവരുടെയും ശത്രുവാണോ? അല്ല. അപ്പം നമുക്ക് അയാളുമായി ചേരാൻ പറ്റാതെ എന്തെങ്കിലും ചില കാരണങ്ങൾ കൊണ്ട് നമ്മൾ ശത്രുവായി കൽപ്പിക്കുന്ന, അത് ജീവിതകാലം വരെ അങ്ങനെ കൽപ്പിക്കണമെന്ന് ഇല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആ ശീലങ്ങൾക്ക് മാറ്റം വന്നാൽ നമുക്ക് ഉൾക്കൊള്ളാനും പറ്റണം. ഇവിടെ ഭഗവാനാകട്ടെ ഇവിടെ അസുരന്മാരെ ക്ഷണിക്കാൻ വേണ്ടി പറഞ്ഞു. ദേവന്മാർ നേരെ അസുരന്മാരുടെ അടുത്തെത്തി. അസുരന്മാരാകട്ടെ ദേവന്മാരെ സംശയത്തോടാണ് നോക്കുന്നത്. പക്ഷേ ആ സമയത്ത് അസുരന്മാരുടെ രാജാവ് എന്ന് പറയപ്പെടുന്ന ആൾ ഭഗവാന്റെ ഭക്തനാണ്, വിഷ്ണുവിൻ്റെ ഭക്തനും കൂടെ. അപ്പോൾ നമുക്ക് ചിന്തിക്കും, ഭഗവാന്റെ ഭക്തന്മാർ അസുരന്മാരായിട്ട് ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ പല അസുരന്മാരും ബ്രഹ്മാവിനെയും ശിവനെയൊക്കെ തപസ് ചെയ്ത് അല്ലേ വരം നേടും. പക്ഷേ അവരുടെ മനസ്സ് നല്ലതല്ലെന്നേ ഉള്ളൂ. ഇവർക്ക് ഭക്തിയൊക്കെ ഉണ്ട്. പക്ഷേ അഹങ്കാരം വരുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് തന്നെ വീട്ടിലെ മുതിർന്നവരോട് ഗുരുനാഥന്മാരോടൊക്കെ ബഹുമാനം ഉണ്ടാവും. പക്ഷേ നമുക്ക് അഹങ്കാരം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവർ പറയുന്നത് കേൾക്കാറുണ്ടോ? നമ്മൾ അവരെ തോളിൽ കയറും ഇല്ലേ? ഇത് തന്നെയാണ് അസുരന്മാർക്കുള്ളത്. അസുരന്മാരുടെ ഉള്ളിലും ഭക്തിയുണ്ട്. പക്ഷേ അത് ആസുരിക ഭക്തിയാണ്,
സാർത്ഥഭക്തിയാണ്. മനസ്സിലായില്ലേ? എല്ലാം എനിക്ക് വേണം, ആർക്കും കിട്ടണോ കിട്ടിയോ ഇല്ലയോ എന്നൊന്നും നോട്ടമില്ല, എല്ലാം എനിക്ക് വേണമെന്നുള്ള സാർത്ഥഭക്തിയാണ് ആർക്കുള്ളത്? അസുരന്മാർക്ക് ഉള്ളത്. ഭക്തി തന്നെ 3 തലത്തിലുണ്ടെന്ന് നമ്മൾ ഇടയ്ക്ക് പറഞ്ഞു. ഒന്ന് ശുദ്ധഭക്തി. എന്താ ശുദ്ധഭക്തി എന്ന് പറഞ്ഞാൽ? ഒരു മോഹങ്ങളുമില്ലാതെ ഭഗവാനെ ഭജിക്കുന്നതാണ് ശുദ്ധ ഭക്തി. ഒരു മോഹവും ഇല്ല. നമ്മൾ ഇന്നലെ പ്രഹ്ലാദൻ്റെ ചരിതം പറഞ്ഞു. ഭഗവാൻ അങ്ങോട്ട് ചോദിച്ചു വരം വേണോ? പ്രഹ്ലാദൻ പറഞ്ഞു വേണ്ട. എന്തെങ്കിലും വരം ചോദിച്ചാൽ, എന്തെങ്കിലും ഒരു മോഹം വന്നാൽ എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടു, മനസ്സിലായില്ലേ, എൻ്റെ മനസ്സിൽ നിന്നെക്കുറിച്ച് മാത്രമുള്ള ഓർമ്മ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഭക്തന്മാരാണ് ശുദ്ധഭക്തന്മാരെന്ന് പറയപ്പെടുന്നത്. ഇനി മലിനഭക്തന്മാരുണ്ട്. എങ്ങനെയാണ് മലിനഭക്തി എന്ന് വെച്ചാൽ മോഹങ്ങൾ കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്നവർ. ആ ഭക്തി ശുദ്ധഭക്തിയിൽ നിന്ന് അല്പം കൂടി താഴോട്ട് വരും, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് മലിനഭക്തി. ഇത് കഴിഞ്ഞാൽ ആസുരിക ഭക്തിയുണ്ട്. മോഹങ്ങൾ മാത്രമല്ല, സർവ്വതും സ്വന്തമാക്കാനുള്ള അർഹതയില്ലാത്തതും, മനസ്സിലായില്ലേ? ഇവിടെ ഈ മലിനഭക്തിയിൽ അർഹതയുള്ള മോഹങ്ങളും മലിനഭക്തിയിൽപ്പെടും. അർഹതയുള്ളതാണെങ്കിലും മോഹിക്കാൻ പാടില്ല, അത് വന്നു ചേരണമെന്നാണ്. അപ്പോൾ ഇവിടെ അർഹതയില്ലാത്തത് നേടാൻ ആഗ്രഹിക്കുന്നതാണ് ആസുരിക ഭക്തി എന്ന് പറയപ്പെടുന്നത്. ഈ അസുരന്മാരെല്ലാം ആസുരിക ഭാവത്തിലുള്ളവരാണ്. ഇവിടെ ഈ ഭഗവാന്റെ ഭക്തനാണെന്ന് പറയാൻ കാരണം പ്രഹ്ലാദൻ്റെ മകൻ വിരോചനൻ്റെ പുത്രനാണ് ആ സമയത്തെ അസുരന്മാരുടെ രാജാവ്. പ്രഹ്ലാദനെയാണല്ലോ നരസിംഹമൂർത്തിയുടെ ഭാവത്തിൽ വന്ന് ഭഗവാൻ അനുഗ്രഹിച്ചത്. ആ സമയത്ത് ഭഗവാൻ പറയുന്നുണ്ട്, നിൻ്റെ 7 തലമുറയെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം, മനസ്സിലായില്ലേ? 7 തലമുറയെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം എന്ന് ഭഗവാൻ. അപ്പം 2ാമത്തെ തലമുറയാണ് അസുരന്മാരുടെ രാജാവിനെ. വിഷ്ണു പറഞ്ഞു വിട്ടിട്ടാണ് വന്നതെന്ന് പറയുന്ന നിമിഷം തന്നെ അദ്ദേഹം സമ്മതിച്ചു. അദ്ദേഹം ഈ പാലാഴി മദനത്തിന് എത്താം എന്ന്, അസുരന്മാരെ കൂട്ടി എത്താമെന്ന് ഉറപ്പും കൊടുത്തു. ഇനി ഇവിടെ ദേവന്മാരും അസുരന്മാരും തമ്മിൽ ശത്രുത മാത്രമേ ഉള്ളൂ? വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ? ദേവന്മാരും അസുരന്മാരും തമ്മിൽ ശത്രുത മാത്രമേ ഉള്ളൂ, വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടോ? ദേവന്മാരും അസുരന്മാരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? നമ്മൾ പുരാണങ്ങളെ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചില്ലെങ്കിൽ അത് വെറും കഥകളായിട്ട് തോന്നപ്പെടാം, മനസ്സിലായില്ലേ? പുരാണങ്ങളെ നമ്മൾ സസൂക്ഷ്മം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് അതിനെ പഠിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പരിച്ഛേദമാണ് പുരാണം. ഏതേത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരാളും പുരാണം എടുത്ത് നോക്കിയാൽ അവരവരുടെ ജീവിതത്തിൻ്റെ പരിച്ഛേദമായിട്ടത് നിലനിൽക്കും, മനസ്സിലായില്ലേ? കണ്ണാടിയുടെ ഒരു രീതി ഉണ്ടല്ലോ, കണ്ണാടിയിൽ ആരാണോ നോക്കുന്നത് അവരുടെ പ്രതിരൂപം കണ്ണാടിയിൽ കാണുമെന്ന് പറയുന്നതൊക്കെ ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന, ഏത് ചിന്താഗതിയിൽ ജീവിക്കുന്ന മനുഷ്യൻ നോക്കിയാലും അവൻ്റെ ജീവിതത്തിൻ്റെ പരിച്ഛേദമായിട്ട് ഏതുണ്ടാവും? ഭാഗവതത്തിലെ തത്വങ്ങൾ നിറഞ്ഞു നിൽക്കും. ഇവിടെ ദേവന്മാരും അസുരന്മാരും തമ്മിൽ ബന്ധമുണ്ട്, ഏറ്റവും അടുത്ത ബന്ധവുമാണ്. ഒരൊറ്റ അച്ഛൻ്റെ മക്കളാണ്. ഇനിയെങ്കിലും നമ്മൾ മറക്കാതിരിക്കുക, അച്ഛൻ ഒന്നാണ്. ഒറ്റ അച്ഛൻ്റെ മക്കളാണെങ്കിൽ ആരായിരിക്കും? ഒറ്റ അച്ഛൻ്റെ മക്കളാണെങ്കിൽ സഹോദരങ്ങളാണ്, അല്ലേ? ഒരൊറ്റ അച്ഛൻ്റെ മക്കളാണ്. കശ്യപൻ എന്നാണ് ദേവന്മാരുടെയും അതുപോലെ തന്നെ അസുരന്മാരുടെയും അച്ഛൻ്റെ പേരെന്താ? കശ്യപൻ എന്നാണ്, മനസ്സിലായില്ലേ? ഇനി രണ്ടാമതൊരു തലത്തിൽ കൂടെ ചിന്തിച്ചാൽ അച്ഛൻ്റെ ആ ബന്ധത്തെ അവിടെ മാറ്റിവെക്കാം. അമ്മയുടെ തലത്തിലൊന്ന് എടുത്തു കഴിഞ്ഞാൽ അതിഥിയും ദിതിയും, ഇതാണ് അതിഥി എന്ന് പറയുന്ന ദേവന്മാരുടെ അമ്മ, ദിതി എന്ന് പറഞ്ഞാൽ അസുരന്മാരമ്മ. ഇവർ രണ്ടുപേരും സഹോദരിമാരാണ്, മനസ്സിലായോ? അപ്പോൾ അച്ഛൻ്റെ തലം മാറ്റി വെച്ച് നോക്കിയാലും വലിയമ്മ കുഞ്ഞമ്മ മക്കളാണ്, അപ്പോഴും സഹോദരന്മാരല്ലേ, മനസ്സിലായില്ലേ? അപ്പോൾ പൂർണ്ണമായിട്ട് 2 തലത്തിലും സഹോദരന്മാരാണ്. പിന്നെന്താണ് ഇവരെങ്ങനെ ആയിപ്പോയെന്ന് ചോദിച്ചാൽ, ഇവിടെയാണ് നമ്മളിൽ തന്നെ ഈ ദേവനും അസുരനും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു നല്ല ഭാഗമാണിത്. നമ്മളിൽ തന്നെയാണുള്ളത് അസുരനും ദേവനും മനുഷ്യനും ഉള്ളത്. 3 ഗുണഭാവങ്ങളാണ്: തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. സത്വഗുണപ്രധാനിമാർ ദേവന്മാർ, രജോ ഗുണത്തിൽ പെടുന്നവൻ മനുഷ്യൻ. കാരണം സത്വഗുണത്തിൻ്റെയും കുറച്ചുണ്ടാവും, തമോ ഗുണത്തിൻ്റെയും കുറച്ചുണ്ടാവും. തമോ ഗുണത്തിലുള്ളവൻ അസുരൻ, അലസൻ, മടിയൻ, സാർത്ഥൻ എന്ന് പറയുന്നത്. ഈ 3 ഗുണങ്ങളുടെ ഭാവമാണ് മനുഷ്യനും ദേവനും അസുരനും. തമോ ഗുണം വെച്ചാൽ ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന തമസ്, മനസ്സിലായില്ലേ? അന്ധകാരത്തിൽ അജ്ഞാനത്തിൽ പെടുന്നവൻ. അന്ധകാരം വെച്ചാൽ അജ്ഞാനം, അജ്ഞാനത്തിൽ പെടുന്ന അവസ്ഥ. സത്വഗുണോ പൂർണ്ണമായ ജ്ഞാനം, പ്രകാശത്തിൽ പെടുന്ന അവസ്ഥ. ഇത് രണ്ടും കൂടി ചേരുന്ന ഇടയ്ക്കുള്ളതാണ് രജോ ഗുണം. നമ്മൾ പറയില്ലേ പകല് രാത്രി, ഇതിൻ്റെ ഇടയ്ക്കൊരു എന്തുണ്ട്? സന്ധ്യയുണ്ട്, അല്ലേ?
പകലാണോ എന്ന് വെച്ചാൽ പകലും അല്ല രാത്രിയല്ല, രണ്ടും കൂടെ മിക്സ് ചെയ്യുന്ന ഇരുട്ടുകൊണ്ട് വെളിച്ചമുണ്ട് കൂടിക്കരുത്. ഇതുപോലെയാണ് രജോ ഗുണം. ഈ മധ്യ അവസ്ഥയിലാണ് നമ്മളൊക്കെ ഉള്ളത് മനുഷ്യൻ. നമ്മളിതിൽ നിന്ന് എങ്ങോട്ട് പോകണം? സത്വഗുണത്തിലേക്ക് ഉയർന്നു പോകണോ അതോ തമോ ഗുണത്തിലേക്ക് താഴ്ന്നു പോകണോ? സത്വഗുണത്തിലേക്ക് ഉയരണം. മനസ്സിലായില്ലേ? ഇത് ഉയരാതെ ചില സമയത്ത് നമ്മൾ അറിയാതെ എന്ത് ചെയ്യും? താഴ്ന്നു പോവും. അപ്പോഴാണ് നമ്മൾ അസുരന്മാരുടെ സ്വഭാവമൊക്കെ പുറത്തെടുക്കും. മൃഗങ്ങളേക്കാൾ കഷ്ടമായിട്ട് ചില പെരുമാറ്റങ്ങളൊക്കെ ചിലർ പെരുമാറില്ലേ? നമ്മൾ തന്നെ പറയില്ലേ, മൃഗങ്ങളേക്കാൾ കഷ്ടമാണെന്ന് പറയില്ലേ ചിലരെ നോക്കിയിട്ട്? എന്താ കാര്യം? അവരുടെ സ്വഭാവം താഴ്ന്നതാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മുടെ തന്നെ ഉള്ളിലുള്ള ജീവനെയാണ് ഇവിടെ കശ്യപൻ എന്നറിയേണ്ടത്. മനസ്സിലായില്ലേ? നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ജീവനെയാണ് കശ്യപൻ എന്നറിയേണ്ടത്. ജീവൻ എപ്പോഴും ആത്മബോധത്തിനുമായി ബന്ധമുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ കശ്യപനെ മഹർഷി എന്ന് പറയപ്പെടുന്നത്. കശ്യപ മഹർഷിയാണ്. മനസ്സിലായില്ലേ? ആത്മാവുമായി ബന്ധമുണ്ട്, ആ ജ്ഞാനവുമായി ബന്ധമുള്ളതാണ്. പക്ഷേ ആ ജീവൻ മനസ്സിൻ്റെ രണ്ട് ഭാവങ്ങളുണ്ട്. ഒന്ന് നന്മയും ഉണ്ട്, തിന്മയും ഉണ്ട്. ആ നന്മതിന്മകളുമായി ബന്ധപ്പെടുമ്പോൾ, അതാണ് വിവാഹം കഴിച്ച് ഭാര്യമാരെന്ന തത്വത്തിലേക്ക് വരുന്നത്. ആ മനസ്സിൻ്റെ നന്മതിന്മകളുമായി ബന്ധപ്പെടുമ്പോൾ നല്ല ഭാവം അതിഥിയായും, മനസ്സിലായില്ലേ, തിന്മയുടെ ഭാഗം ആരായി മാറും? തിഥിയായി മാറി. അസുരന്മാരുടെ മാതാവും നന്മ ദേവന്മാരുടെ മാതാവും. അപ്പോൾ ജീവൻ നന്മയോട് ചേർന്ന് ചെയ്യുന്ന കർമ്മങ്ങൾ ദൈവികമായ കർമ്മങ്ങൾ അല്ലെങ്കിൽ നല്ല കർമ്മങ്ങളും, തിന്മയോട് ചേർന്നിട്ട് ജീവൻ ചെയ്യുന്ന കർമ്മം എന്തായിരിക്കും? മോശപ്പെട്ടതുമായിരിക്കും. ഇതാണ് ദേവാസുരന്മാർ നമ്മളിൽ തന്നെയാണെന്ന് പറയുന്നതിൻ്റെ കാരണം. ഇതിൽ ആസുരികതയെ ഉപേക്ഷിച്ച്, മനസ്സിലായോ, ആസുരികതയെ ഉപേക്ഷിച്ച് എന്തിലേക്ക് പോകണം? ആ ഈശ്വരനിലേക്ക്, ദൈവികതയിലേക്ക് ഉയരണം. ആ സത്വഗുണത്തിലേക്ക് നന്മ കൊണ്ട് നിറയ്ക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഇവരെ വിളിച്ചു, ഇവർ വന്നു. ആ മന്ദരപർവ്വതത്തെ കൊണ്ടുവന്ന് കടകോലാക്കാൻ വേണ്ടി ഇവർ രണ്ടു കൂട്ടരും കൂടെ പോയി ശ്രമിച്ചു, പറ്റിയില്ല. ഗരുഡനെ കൊണ്ടത് കൊണ്ടുവരിയിച്ചു. അവസാനം വാസുകി എന്ന് പറയുന്ന സർപ്പത്തെ കൊണ്ടുവന്നു, അല്ലേ? 5 ശിരസോട് കൂടിയ സർപ്പമാണ്. ആ സർപ്പത്തെ കൊണ്ടുവന്ന് കയറായിട്ട് ചുറ്റി. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു പ്രശ്നം, ഏത് ഭാഗം ആര് പിടിക്കും എന്നുള്ളതാണ്. ഇവിടെ ദേവന്മാർ പൊതുവിൽ ദുർബലന്മാരാണ്, ക്ഷീണിതരാണ്. അപ്പോൾ ദേവന്മാർ ഏതെങ്കിലും ഒരു ഭാഗം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അസുരന്മാർ ഉടനെ പറയാം അത് ഞങ്ങൾക്ക് വേണം. അസുരന്മാർക്ക് അങ്ങനെയാണ് സ്വഭാവം. മനസ്സിലായില്ലേ? അല്ലാതെ എന്ത് വേണമെന്ന് സ്വന്തമായി ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല. ആരെങ്കിലും ആദ്യം എടുത്താൽ അത് ഓടിച്ചെന്ന് അവനെ നെഞ്ച് പിടിച്ചു കുറയ്ക്കും. അതാണ് വേണ്ടത്. ഇതാണ് അസുരന്മാരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം മഹാവിഷ്ണുവിൻ്റെ മുന്നിലേക്ക് വന്നു. വിഷ്ണു ഭഗവാൻ വളരെ തന്ത്രപൂർവ്വം പറഞ്ഞു, നിങ്ങൾ ആദ്യം തന്നെ പോയിട്ട് എന്ത് ചെയ്യണം? ശിരസിൻ്റെ ഭാഗം പിടിക്കാൻ പറഞ്ഞു. ശിരസിൻ്റെ ഭാഗമാണ് പൊതുവിൽ പിടിക്കാൻ പ്രയാസം. അതുകൊണ്ട് ദേവന്മാരോട് പറഞ്ഞു നിങ്ങൾ ആദ്യം പോയി അവിടെ പിടിക്കാനായിട്ടങ്ങ് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അസുരന്മാർ കാര്യം തിരക്കുമെന്ന് പറഞ്ഞു. ദേവന്മാരെല്ലാവരും കൂടി നിരന്ന് എവിടെ പോയി? ശിരസിൻ്റെ ഭാഗത്ത് പോയി നിന്നു. അപ്പോൾ അസുരന്മാർ ചോദിച്ചു, അതെന്താ അവരവിടെ പോയി നിൽക്കുന്നത്? പ്രത്യേകിച്ച് അവിടെ നിൽക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ലല്ലോ. അപ്പോൾ വിഷ്ണു പറഞ്ഞു അവർക്ക് അവിടം പിടിക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പോൾ അസുരന്മാർ പറഞ്ഞു അത് പറ്റത്തില്ല, അവിടം ഞങ്ങൾക്ക് വേണം. മനസ്സിലായില്ലേ? ആ ഭാഗം ഞങ്ങൾക്ക് വേണം. നേരെ ഓടിച്ചെന്ന് ദേവന്മാരെ തെള്ളിക്കളഞ്ഞ്, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അപ്പം വിഷ്ണു പറഞ്ഞ് ദേവന്മാരോട് പറഞ്ഞു, അല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ദയവ് ചെയ്ത് മാറിക്കൊടുക്കുക. വിഷ്ണു ഉദ്ദേശിച്ച കാര്യം നടത്തിയെടുക്കുക, നിങ്ങളൊന്ന് മാറിക്കൊടുക്കുക, പകരം അവർ നിന്നോട്ടെ എന്ന് പറഞ്ഞു. ദേവന്മാരത്ര പുറമേ ഇഷ്ടമില്ലാത്ത രീതിയിൽ എന്ത് ചെയ്തു? മാറിക്കൊടുത്തു. ഉദ്ദേശിച്ച കാര്യം നടന്നു. അവർ വളരെ കൃത്യമായിട്ട് അവിടെ വന്നു, വാലിൻ്റെ ഭാഗത്ത് വന്നു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അജ്ഞാനികളെ ഭ്രമിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. മനസ്സിലാവുന്നുണ്ടോ? അജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പിന്നെയോ തന്ത്രപൂർവ്വം മാത്രമേ അവരെ വശത്താക്കാൻ പറ്റൂ. കാരണം അജ്ഞാനികൾ ഒരിക്കലും നമ്മൾ എത്ര വാദിച്ചാലും എത്ര പറഞ്ഞാലും അവർ സമ്മതിച്ച് തരില്ല. തരുമോ? മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അജ്ഞാനികളോട് ഒരിക്കലും സംവാദം നടത്താൻ പോകരുത്. അജ്ഞാനികളോട് സംവാദം നടത്താൻ പോയാൽ അത് കലഹമായി മാറും, അവസാനം അടിയും വഴക്കുമായി മാറും. സംവാദം പോലും ജ്ഞാനികളോടെ ആവാവോ, അറിവുള്ളവനോട് മാത്രമേ ചർച്ച ചെയ്യാൻ പോകാവൂ. അല്ലാത്തവനോട് ചർച്ച ചെയ്യാൻ പോയാൽ അവൻ്റെ അറിവില്ലായ്മ മുഴുവൻ ആര് കേൾക്കേണ്ടി വരും? നമ്മൾ കേൾക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ ആ രീതിയിൽ. പിന്നെയോ അറിവില്ലാത്തവനോട് കാര്യം പറയണമെന്ന് വെച്ചാൽ പറയാം, അറിയാൻ ആഗ്രഹിക്കുന്നവനോടും പറയണം. പറഞ്ഞു മനസ്സിലായില്ലേ? ഈ ചില ആൾക്കാരുണ്ട്, ഈ അളവുകോലുമായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. 2-3 തരത്തിലാണ്. ഇപ്പോൾ നമുക്ക് യജ്ഞശാലകളിലൊക്കെ പോകുമ്പം കാണാൻ പറ്റും. ചില ആൾക്കാർ യജ്ഞത്തിന് വരുന്ന ആചാര്യന് എത്ര അറിവുണ്ടെന്ന് അളക്കാനൊരു കോലുമായിട്ട് വരും. കുറേ ചോദ്യങ്ങളൊക്കെ എവിടുന്നെങ്കിലും കണ്ടുപിടിച്ചുകൊണ്ട് വരും. മനസ്സിലായില്ലേ? ചില ആൾക്കാർ അറിയാൻ ആഗ്രഹമുള്ള സംശയമായിട്ട് വരും. അവർക്ക് അറിയില്ല, അറിയണമെന്നുള്ള സംശയമായിട്ട് വരും. ചില ആൾക്കാർ എനിക്കിതെല്ലാം അറിയാമെന്ന് കാണിക്കാൻ വേണ്ടി വരും. മനസ്സിലായില്ലേ? ഈ 3 തരക്കാരുണ്ട്. ഇപ്പോൾ ഈ തൊട്ടടുത്ത സമയത്ത് ഒരു യജ്ഞത്തിന് പോയിരുന്നപ്പോൾ ഒരാൾ വന്നു.
പുള്ളി വന്നൊരു സംശയമൊക്കെ ചോദിച്ചു. അതും കൂടെ ഒക്കെ യജ്ഞശാലയിൽ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവസാനം ചോദിച്ചു, ഇത് ഏത് പുരാണത്തിലുള്ളതാ, ഏത് ഭാഗത്തുള്ളതാ? അത് പുരാണത്തിലുള്ളതല്ല, നോവലിലുള്ളതാ. മനസ്സിലായില്ലേ? പുരാണത്തെ വളച്ചൊടിച്ച് ഒരു സാഹിത്യകാരൻ എഴുതിയ നോവലിൽ അയാൾ എഴുതി വച്ചിരിക്കുന്ന ആ വ്യാഖ്യാനം പുരാണത്തിൻ്റെ തലത്തിൽ ഇന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമല്ലോ ഉണ്ടോ? ഈ എഴുതിയ ആളിൻ്റെ മനോവൈകൃതം അയാൾ അതിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഉദാഹരണം പറയാം. പല സാഹിത്യ നായകന്മാരെ നോക്കുമ്പോൾ ഈ പണ്ട് വടക്കൻ വീരഗാഥയിൽ നമ്മളൊക്കെ കേട്ട് പരിചയിച്ചിട്ടുള്ളത് അല്ലേ, ചന്തു ചതിച്ചു എന്നൊരു കഥയുണ്ട്. ആ കഥയാണ് യഥാർത്ഥത്തിൽ സത്യം. പക്ഷേ പിന്നീട് അതിന് കഥ എഴുതാൻ പറ്റുന്നൊരു കലാകാരൻ വന്നപ്പോൾ എന്ത് ചെയ്തു? ആ കഥ മാറ്റി എഴുതി സിനിമയാക്കി ആൾക്കാർ മുമ്പിൽ ഇറക്കിയപ്പോൾ അയാൾ ആ കഥയിലൂടെ സമർത്ഥിച്ചു ചന്തു നല്ല ആളാണ്, അയാൾ ചതിച്ചിട്ടില്ല. വടക്കൻ വീരഗാഥ എന്ന സിനിമ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അടുത്ത തലമുറയുള്ളവർ ഈ കഥയാണ് ശരിയെന്ന് വിശ്വസിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ നടന്ന സംഭവത്തെ മറ്റൊന്നാക്കി വ്യാഖ്യാനിച്ചു. അപ്പോൾ അങ്ങനെയുള്ള അനവധി രചനകളുണ്ടായിട്ടുണ്ട് ഓരോരുത്തരും. ഇപ്പോൾ ശ്രീരാമനല്ല രാവണനാണ് ശ്രേഷ്ഠം, രാമായണത്തിന് പകരം രാവണ അയനമെന്നും പറഞ്ഞ് ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ചിലർ. മനസ്സിലായില്ലേ? ചിലർ കർണനാണ് ശ്രേഷ്ഠൻ, കർണനെ വധിക്കാൻ പാടില്ലായിരുന്നു, മനസ്സിലായില്ലേ, എന്നുള്ള നിലയിൽ കർണനെ ശ്രേഷ്ഠനാക്കിക്കൊണ്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതിയിട്ടുള്ളത് നമ്മൾ സ്വാഭാവികമായിട്ട്. അപ്പം ഞാൻ അവസാനം അദ്ദേഹത്തിനോട് കുറേ നേരം ഇരുന്ന് തർക്കിക്കുകയാണ്. ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകാൻ പോലും വിടുന്നില്ല. പുള്ളി ഇങ്ങനെ നിൽക്കുകയാണ്, ഇതും കൂടെ കേൾക്ക്, ഇതും കൂടെ കേൾക്ക്. അവസാനം ഞാൻ ചോദിച്ചു, ചേട്ടാ ഇത് ഏത് പുരാണത്തിലാണ്, ഏത് ഗ്രന്ഥത്തിലാണ്? ആ ഏത് പുരാണത്തിലുള്ളതാണെങ്കിൽ അതിന് മറുപടി ഞാൻ പറയാം, അല്ലെങ്കിൽ എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് കണ്ടെത്തി അത് പറയാൻ ഞാൻ ശ്രമിക്കാം. അവസാനം ചോദിച്ചു വന്നപ്പോഴാണ് ആഴ്ചപ്പതിപ്പിൽ വന്ന ഏതോ ഒരുത്തൻ കഞ്ചാവ് അടിച്ചുകൊണ്ടിരുന്നപ്പോൾ നേരായ കഥ തിരുത്തി എഴുതണമെന്ന് തോന്നി. അവൻ തിരുത്തി എഴുതിയതിന് നമ്മളെന്ത് ചെയ്യാനാ? പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായില്ലേ? ഇവിടെ പുരാണത്തിന് അന്തർഗതമായ കഥയല്ല, കഥയ്ക്കുള്ളിലൊരു അറിവിൻ്റെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടതായ വിജ്ഞാനപരമായ സന്ദേശങ്ങളുള്ളത് കൊണ്ടാണ് പുരാണം ശ്രേഷ്ഠം, അല്ലാതെ കഥയായതുകൊണ്ടാണോ? ഒരിക്കലും പുരാണങ്ങൾ കഥയല്ല. അതിനുള്ളിൽ ജീവിതത്തിൽ മനുഷ്യ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ സാധിക്കുന്ന അറിവിൻ്റേതായ സന്ദേശങ്ങളുടെ വലിയ പ്രവാഹമാണ് അതിനുള്ളിലൂടെ ഉള്ളത്. മാനവ ജീവിതത്തിന് ആർജിക്കേണ്ട മൂല്യങ്ങളുള്ളതിനെ എടുത്ത് വികലമാക്കി സ്വന്തം ആവിഷ്കാരത്തോടു കൂടി ചില യുക്തി ചേർത്ത് വെച്ച് വാദിക്കുന്നതിന് നമ്മൾ എന്ത് മറുപടി പറയാനാ? വിരോധാഭാസം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ആ വിരോധാഭാസങ്ങളുടെ എണ്ണം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഭഗവാൻ ജീവിച്ച കാലത്ത് പോലും ശ്രീകൃഷ്ണൻ്റെ മുഖത്ത് നോക്കി ആളയച്ചിട്ട് നീയല്ല യഥാർത്ഥ കൃഷ്ണൻ ഞാനാണ് എന്ന് പറഞ്ഞിട്ട് യന്ത്രം കൊണ്ട് ഗരുഡനെ ഉണ്ടാക്കിയ പ്രൗഢക വാസുദേവനെ ഭാഗവത്തിൽ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? ആ കാലത്തും ഇങ്ങനെയുള്ളവരുണ്ടായിട്ടുണ്ട്. ഭഗവാൻ കൃഷ്ണൻ്റെ കാലഘട്ടത്തിൽ ഒറിജിനൽ കൃഷ്ണൻ ഞാനാണ്, എനിക്കാണ് 4 കൈയുള്ളതെന്ന് പറയാൻ വേണ്ടി തടി കൊണ്ട് കൈ ഉണ്ടാക്കി. ഭാഗവതം അങ്ങനെ തന്നെ പറയുന്നത്. തടി കൊണ്ട് കൈ ഉണ്ടാക്കി അതിനകത്ത് ചക്രം വെച്ച് കറക്കി, അത് കഴിഞ്ഞിട്ട് യന്ത്രം കൊണ്ട് പറക്കുന്ന ഒരു കിളിയെ ഉണ്ടാക്കിയിട്ട് അതാണ് ഗരുഡൻ, ഞാനാണ് യഥാർത്ഥ കൃഷ്ണൻ, അതുകൊണ്ട് ഇനിമേൽ കൃഷ്ണൻ എന്ന് പറഞ്ഞ് വാസുദേവൻ എന്ന് പറഞ്ഞ് ഈ ലോകത്തെങ്ങും നീ ഇറങ്ങി നടക്കരുത്, അങ്ങനെ നടന്നാൽ ഞാൻ വന്ന് നിന്നെ പിടിച്ചു കെട്ടു എന്ന് പറഞ്ഞ ഒരു രാജാവിൻ്റെ കഥ പറയുന്നുണ്ട്. രാജാവിനെ മന്ത്രിമാരെല്ലാം കൂടെ പുകഴ്ത്തി കൊടുത്തു, അയാളല്ല യഥാർത്ഥ വാസു, ഇയാളുടെ പേരും വാസുദേവൻ എന്നാണ്. അതുകൊണ്ട് സാക്ഷാത് കൃഷ്ണനല്ല യഥാർത്ഥ വാസുദേവൻ, അത് ഡ്യൂപ്ലിക്കേറ്റാണ്, നിങ്ങളാണ് യഥാർത്ഥ വാസുദേവൻ എന്ന് പ്രഖ്യാപിക്കാൻ പറഞ്ഞു. മണ്ടനായ രാജാവ് പ്രഖ്യാപിച്ചു. അവസാനം ഭഗവാന്റെ കൈകൾ കൊണ്ട് തന്നെ മരണപ്പെടേണ്ടി വന്നു. ഇതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഈ വിരോധാഭാസം കൊണ്ട് നമ്മുടെ പല പുരാണ കഥകളെയും വികലമാക്കി തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കുട്ടികൾ കഥ പഠിക്കുന്നത് അല്ലേ? ഇപ്പോൾ പുതിയ തലമുറ ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയിലൊക്കെ കഥ പഠിക്കുന്നത്. കാരണം പണ്ടത്തെ കണക്ക് ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിക്കുന്നത്, ഗ്രന്ഥങ്ങളിൽ തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഈ മലീമസമാക്കി വകമാറ്റി എഴുതി ചിത്രീകരിച്ച് വികലമാക്കിയിട്ടുണ്ട്. പണ്ട് കാലത്തേ ഉണ്ട്. പ്രക്ഷിപ്തം എന്ന് പറയും അതിനെക്കുറിച്ച്. പണ്ഡിതന്മാരായിട്ടുള്ള ആചാര്യന്മാർ പറയും പ്രക്ഷിപ്തം എന്ന് പറയും. പ്രക്ഷിപ്തം വെച്ചാൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്. ആ കൂട്ടിച്ചേർക്കപ്പെട്ടത് വെച്ചിട്ടുള്ള ചിലത് വെച്ചിട്ടാണ് ഇപ്പോഴും നമ്മുടെ പുരാണങ്ങളെ പരിഹസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ രാമായണത്തിൽ വാൽമീകി എഴുതാത്ത ചില ഭാഗങ്ങൾ എഴുതി ചേർക്കപ്പെട്ടു വന്നിട്ടുണ്ട് രാമായണത്തിൽ പിൽക്കാലത്ത്. കാരണം ഇതിനെയൊക്കെ മോശമാക്കണമെന്ന് വിചാരിച്ച ആരോ ചിലർ കൈ കടത്തിയിട്ടുള്ളതാണ്. മനസ്സിലായില്ലേ? ആരോ ചിലർ. കാരണം എന്താ, ഇതൊക്കെ എഴുതിയ കാലഘട്ടത്തിൽ ഇതിന് പേറ്റൻ്റ് എടുക്കലോ അല്ലെങ്കിൽ ഇതിന് കൃത്യമായിട്ടുള്ള PDF എടുത്തു വെക്കലോ ഒന്നുമില്ല. ഉണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കുക. രാമായണം എഴുതിയ കാലഘട്ടം വെറും പനയോലയ്ക്കകത്തും താളിയോലയ്ക്കകത്തും ഒക്കെ
ഈ നാരായോ എന്ന് പറയുന്ന ആണി പോലെയുള്ള സാധനം വെച്ച് എഴുതിയുണ്ടാക്കിയ സാധനങ്ങൾ ഇതൊക്കെ. ഇന്നത്തെ മഷിയോ അച്ചടി മഷിയോ PDF അല്ലെങ്കിൽ പെൻഡ്രൈവിനകത്താക്കി സൂക്ഷിക്കലോ ഒന്നുമില്ല. ഇത് രചിച്ച ആളിന് സ്വയമായിട്ട് പേറ്റൻറ്റ് കൊടുത്ത് ഞാൻ ഇങ്ങനല്ല എഴുതിയെന്ന് പറയാൻ പേറ്റൻ്റ് ഒന്നും ഇല്ലുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ചൊക്കെ, വ്യാസന് പേറ്റൻ്റ് ഉണ്ടോ ഭാഗവതത്തിൻ്റെ പേര്? ഇതാര് പ്രസിദ്ധീകരിച്ചാൽ എനിക്ക് ഇത്ര രൂപ വെച്ച് കിട്ടണം എന്ന് പറഞ്ഞ് വ്യാസൻ പേറ്റൻ്റ് കൊടുത്തിട്ടില്ല, വാൽമീകി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പിന്നീട് ചില ഈ ദുഷ്ട മനസ്സോടുകൂടി കടന്നു വന്നവർ ഈ സനാതനധർമ്മത്തെ മനസ്സിലാക്കിയതിൻ്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ഇതിനെ മോശമാക്കണമെന്ന് ഉദ്ദേശിച്ച ദുർവൃത്തി കൊണ്ടോ, ഇത് രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും, സദ്ബുദ്ധിയാവില്ല. ഈ ഒന്നുകിൽ ഇതിനെ മനസ്സിലാക്കിയത് ശരിയാമണ്ണം അല്ലാത്തത് കൊണ്ടും, മനസ്സിലായില്ലേ? ശരിയാമണ്ണം അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കാൻ നമ്മൾ ഓരോ സമയം കഴിയും തോറും നമ്മളത് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്, അല്ലേ? ഇന്ന് വരെ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ നാളെ മനസ്സിലാക്കാനുണ്ടെന്ന് ചിന്തിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നമുക്കറിയാത്തത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ ചിലതിനെ തെറ്റായി ധരിച്ചിട്ടുണ്ട്, പക്ഷേ അതും ശരിയാണെന്ന് നാളെ തിരിച്ചറിയേണ്ടി വരും. അപ്പോൾ ഇവിടെ അങ്ങനെ ശരിയായതിനെ തിരിച്ചറിയാത്തത് കൊണ്ടും അല്ലെങ്കിൽ പൂർണ്ണമായും ഈ ശരിയായതിനെ ഒന്ന് മലിനമാക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടും ചില കൈകടത്തിലുണ്ടായിട്ടുണ്ട്. അതെല്ലാ ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും, ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കും. പഴയ കാലത്തെ ഹൈന്ദവ പുരാണങ്ങളിൽ പലതിനോടും ഇത്തരം കൈകടത്തലുകൾ വന്നിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതും വളച്ചൊടിക്കുക എന്നുള്ളതും വഴിതെറ്റിക്കുക എന്നുള്ളതും വികലമാക്കുക എന്നുള്ളതും ഇല്ലാതാക്കുക എന്നുള്ളതും എപ്പോഴും ഈ നന്മയെ ഇഷ്ടപ്പെടാത്തവരുടെ ഒരു പ്രവൃത്തിയാണ്. ഇപ്പോൾ രാമായണത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാമായണത്തിൽ അങ്ങനെ ഒരു പ്രക്ഷിപ്തം, വളരെ ചർച്ച ചെയ്യുന്നൊരു പ്രക്ഷിപ്തമുണ്ട്. ഉത്തരരാമായണത്തിലേക്ക് വരുമ്പോൾ, ഉത്തരരാമായണം തന്നെ വാൽമീകി എഴുതിയതല്ലെന്നാണ് കൃത്യമായിട്ട് ആചാര്യശ്രേഷ്ഠന്മാർ അതിനെ നിർവഹിച്ചിട്ടുള്ളത്. പിന്നീട് എഴുതി ചേർത്തിട്ടുള്ള ഭാഗങ്ങളാണ്. അതിലേക്ക് വരുമ്പോൾ ശംഭുകവധം എന്ന് പറയുന്ന ഒരു ഭാഗം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഹിന്ദു ധർമ്മത്തെ അപഹാസിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഈ ശ്രീരാമ ക്ഷേത്രമൊക്കെ പണിഞ്ഞ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈ യുക്തിവാദികളായിട്ടുള്ള ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കുന്നവർ കിട്ടുന്ന അവസരങ്ങൾ മുതലെടുക്കാൻ വരുന്ന പലതരത്തിലും. ഇപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പ് കണ്ടു, ഒരു രാജ്യസഭാ MP ഒരു കാര്യമില്ലാതെ പ്രയാഗയിൽ നടക്കുന്ന ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ ആരാധനയാണ് അവിടെ നടക്കുന്നത്, കുംഭമേള. 140 വർഷത്തിലൊരിക്കൽ വരുന്ന കുംഭമേളയെക്കുറിച്ച് വളരെ മോശമായിട്ട് കമൻ്റ് ഇട്ടിരിക്കുന്നു കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ഒരു MP. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതേ വ്യക്തികൾ വേറെ ഏതെങ്കിലും മതവിഭാഗത്തിൻ്റെ ആരാധനയെക്കുറിച്ച് പറയാൻ തൻ്റെ ഇടം കാണിക്കുമോ? നമ്മൾ ചിന്തിച്ച് നോക്കേ. ഇതിനേക്കാൾ പരിഹാസ്യമായി പറയാവുന്ന പലതരത്തിലും യുക്തി കൊണ്ട് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന പല ആരാധനകളും എല്ലാ വിഭാഗത്തിലും ഉണ്ട്, ഹിന്ദുവിലും ഉണ്ട്. ചിലതൊക്കെ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാതെ അല്ലെങ്കിൽ പെട്ടെന്ന് നോക്കുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാവാത്ത പല ആരാധനാ രീതികളും നമ്മുടെ ഇടയിലും ഉണ്ട്. എല്ലാ ആരാധനയുടെ അർത്ഥം മനസ്സിലാക്കിയിട്ടല്ല എല്ലാവരും പോകുന്നത്, അവരതിനെ പിന്തുടരുന്നതാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശബരിമലയിൽ പോകുന്ന നാടാണ് നമ്മുടെ നാട് കേരളം, അല്ലേ? ഏറ്റവും കൂടുതൽ അന്യനാട്ടിൽ നിന്ന് ആൾക്കാർ ശബരിമലയിലേക്ക് വരുന്നു. ഈ വരുന്ന ഭക്തരെടുത്ത് ഈ ഇരുമുടിക്കെട്ട് എന്തിനാണെന്ന് എല്ലാ അയ്യപ്പന്മാരെയും തടഞ്ഞു നിർത്തിയിട്ട് പത്രക്കാരൻ ചോദിച്ചാൽ ചിലപ്പോൾ എല്ലാ അയ്യപ്പന്മാർക്കും ഒന്നും അത് പറയാൻ അറിയത്തില്ല. അറിയുമോ ഇരുമുടിക്കെട്ട് എന്തിനാണ്, ഇരുമുടിക്കെട്ടിൻ്റെ മഹത്വം എന്താണ്, ഇരുമുടി കെട്ടാതെ വയ്ക്കൂടെ എന്നൊക്കെ ചോദിച്ചാൽ അവർക്കറിയില്ല. അറിയുന്നവരുണ്ട്, അറിയുന്നവർ കാട്ടിക്കൊടുത്ത പാതയിലൂടെ മറ്റുള്ളവർ സഞ്ചരിക്കുകയാണ്, എല്ലാവരും ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളതിനെ ചിലപ്പോൾ നമുക്ക് കേവലം ചില ചോദ്യങ്ങൾ കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കൊണ്ട് പറയാം. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾ എല്ലാ കാലത്തും ഉണ്ട് എന്ന അപകടം നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് ശംഭുകവധം എന്ന് പറയുന്നൊരു ഭാഗം പറയും. ആ ശംഭുകവധത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? പ്രക്ഷിപ്തമായി ചേർക്കപ്പെട്ട ഭാഗമാണ്, എഴുതി ചേർക്കപ്പെട്ടതാണ്. പിന്നോക്ക ജാതിക്കാരനായ ഒരാൾ തപസ് ചെയ്തു. അയാൾ തപസ് ചെയ്തപ്പോൾ പിന്നോക്കക്കാരന് തപസ് ചെയ്യാനുള്ള അനുവാദമില്ല. അതുകൊണ്ട് ശ്രീരാമൻ നേരിട്ട് പോയി അയാളെ തല വെട്ടിക്കളഞ്ഞു. അതിനുശേഷം പറയാൻ എന്താ, ശ്രീരാമൻ സവർണ ബാസിസ്റ്റാണ്, പിന്നോക്കക്കാരൻ്റെ തല വെട്ടിക്കളഞ്ഞ ആളാണ് ആര്? ശ്രീരാമൻ. പരസ്യമായിട്ട് നമ്മുടെ TV-കളിലൂടെ നമ്മുടെ വീടുകളിലിരുന്ന് സന്ധ്യയ്ക്കിരുന്ന് സന്ധ്യനാമം ചൊല്ലി. ഇപ്പോൾ പിന്നെ സന്ധ്യനാമം ചെല്ലൊക്കെ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. സന്ധ്യനാമം ചെല്ലിയിലും വിളക്ക് കത്തിച്ചിട്ട് നമ്മൾ വന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്ന TV ചാനലുകളെ ചർച്ചയിൽ കേൾക്കുന്നതാണ് ശ്രീരാമൻ ജാതി വിഭാഗത്തിൻ്റെ ആളാണ്, പിന്നോക്കക്കാരന് തപസ് ചെയ്യാൻ അനുവാദം കൊടുത്തില്ല. പിന്നെ പറയുന്ന ഒരു പണ്ട് തൊട്ടേ നമ്മൾ കേൾക്കുന്ന ഒരു പ്രസംഗം കേട്ടിട്ടുണ്ട്. പണ്ട് തൊട്ടേ
വേദം കേട്ടവൻ്റെ ചെവിയിൽ ഈയ ഉരുക്കി ഒഴിക്കണം എന്ന് പണ്ട് നടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും പ്രസംഗിക്കുന്നുണ്ട് ആൾക്കാർ. വേദം പറയുന്നവൻ്റെ ചെവിയിൽ എന്ത് ചെയ്യണം? ഈയ ഉരുക്കി ഒഴിക്കണം. ഈയ ഉരുക്കി ഒഴിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇന്ന് വരെ നിങ്ങൾ ഇവരാരെങ്കിലും ഇത് ആരുടെ ചെവിയിൽ ആരൊഴിച്ചു എന്ന് ചോദിച്ചാൽ അതില്ല. മനസ്സിലായില്ലേ? ഇന്ന് വരെ അങ്ങനെ ഒരു സാധനമില്ല. ആരുടെ ചെവിയിൽ ആരൊഴിച്ചു? ചില സത്യങ്ങളിങ്ങനെ പുറത്തേക്ക് വരുന്ന കാലത്തിന് ശേഷം, ഇപ്പം ഇവിടെ തന്നെ ഇതിപ്പോൾ ആലപ്പുഴ ഡിസ്ട്രിക്റ്റല്ലേ, ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ഇതേ കണക്കൊരു കെട്ടുകഥ വ്യാപിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പണ്ട് സ്ത്രീകൾക്ക് കരം കൊടുക്കാത്തതിൻ്റെ മുലക്കരത്തിന് വരെ നങ്ങേലിയുടെ മുല പറിച്ചെറിഞ്ഞ ഛേദിച്ച സ്ഥലമെന്ന് പറഞ്ഞ് അല്ലേ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ അത് പറഞ്ഞുണ്ടാക്കിയത് ഒരു കാലത്ത്. എന്തിനാ? ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അകറ്റി നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടങ്ങൾ നേടാൻ വേണ്ടി മാത്രം നടത്തിയ കുബുദ്ധി എന്ന് തന്നെ പറയണം, പച്ചയ്ക്ക് പറഞ്ഞാൽ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അത് വളരെ കൃത്യമായിട്ട് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കള്ളത്തരം. അവിടെയാണ് പറഞ്ഞത് പിന്നോക്ക ജാതിക്കാരൻ. പക്ഷേ ഇത് പറഞ്ഞാക്കൊരബദ്ധവും കൂടെ പറ്റി. എന്താ? തലകിഴക്കാമ്പാട് തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തലവെട്ടി കളഞ്ഞു എന്നാണ് പറഞ്ഞത്. കഠിന തപസ് പിന്നോക്കക്കാരൻ. ഈ തലകിഴക്കാമ്പാട് തപസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ പ്രകൃതി വിരുദ്ധമല്ലേ? പ്രകൃതിയുടെ ഒരു നിയമമുണ്ടല്ലോ, മനുഷ്യൻ തലമേലിലും കാല് താഴെ നിൽക്കുന്നത്. അതിന് വിരുദ്ധമായ തന്നെ വികലമായ ബോധത്തിലാണ്. ഇനി ചമ്പുകന എന്ന് പറയുന്ന ഒരാളുടെ തലവെട്ടി കളഞ്ഞു എന്ന് പറയുന്ന ഭാഗം യഥാർത്ഥത്തിൽ ശുദ്ധമായ കൂട്ടിച്ചേർക്കലാണ്. അപ്പം അതുവരെയുള്ള ഒരു പുരാണത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കാൻ ഒരു വഴിയില്ല. ഭാഷയിൽ പോലും വ്യത്യാസമുണ്ട്, രചനാശൈലിയിൽ. ഒരാൾ എഴുതിയാണെങ്കിൽ അതിനൊരു തുടർച്ചയുണ്ടാവുമല്ലോ. ഇനി ഇതേ രാമനെ നിങ്ങളൊന്ന് എടുത്തു നോക്കേ, മറുഭാഗം. ആ രാമൻ വനയാത്രയ്ക്ക് പോകുന്ന വേളയിൽ അദ്ദേഹം മാറോട് ചേർത്ത് വാരിപ്പുണർന്നത് ആരെയാ? ഗുഹൻ എന്ന് പറയുന്ന കാട്ടാളനെയല്ലേ? നിഷാദ രാജാവായ ഗുഹനെ, കാട്ടാളനായ ഗുഹനെ മാറോട് ചേർത്ത് വാരിപ്പുണർന്ന് തൻ്റെ സഹോദരനാണ്, നീ എൻ്റെ സഹോദരനാണെന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ടാണ് രാമൻ പോകുന്നത്. കാരണം എന്താ? രാമൻ രാജ്യമൊക്കെ ഉപേക്ഷിച്ച് വരുമ്പോൾ ഈ നിഷാദ രാജാവ് കാത്തു നിന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ രാജ്യം ഞാൻ അങ്ങേക്ക് നൽകാം, അങ്ങ് ഭരിച്ചുകൊള്ളൂ, ഞാൻ അങ്ങയുടെ സേവകനായിരുന്നു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം രാജ്യം രാമന് കൊടുക്കുമ്പോൾ രാമൻ പറയുന്നുണ്ട്, എനിക്കിത് ആവശ്യമില്ല. കാര്യം ഞാൻ എൻ്റെ രാജ്യത്തെ ഉപേക്ഷിച്ച ആളാണ്, ഇനി ഞാൻ രാജാവായിട്ടിരിക്കുന്നില്ല, ഞാൻ എൻ്റെ അച്ഛൻ്റെ ഹിതമനുസരിച്ച് വനത്തിലേക്ക് പോകാൻ വന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്നേഹം കൊണ്ട് നിഷാദ രാജാവിനെ കെട്ടിപ്പുണരുന്നുണ്ട്. അവിടെ ജാതീയത ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കൂ. ഇനി ഇത് കഴിഞ്ഞാലോ, സീതാന്വേഷണത്തിന് പോകുമ്പോൾ ശബരി എന്ന മാതാവ്, ആ ശബരി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാനൊരു കാട്ടാള സ്ത്രീയാണ്. മനസ്സിലായില്ലേ? ശബരി ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചതോ അല്ലെങ്കിൽ നമ്പൂരി കുടുംബത്തിൽ ജനിച്ചതോ അല്ലെങ്കിൽ മേനോൻ കുടുംബത്തിലോ കുറുപ്പന്മാരുടെ കുടുംബത്തിലോ നായന്മാരുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും സമൂഹത്തിൽ ഇന്ന് ജീവിക്കുന്ന ഒരു ഇതിലും ഇവിടെ കാട്ടാള സ്ത്രീയാണ്. യാതൊരു വിദ്യാഭ്യാസമല്ല. ശബരി തന്നെ പറയുന്നത്, ഭഗവാനെ ഞാൻ അങ്ങക്ക് തരുന്നത് അങ്ങ് സ്വീകരിക്കുമോ? എനിക്ക് ഒരു വിദ്യാഭ്യാസവും ഇല്ല, ഞാൻ കാട്ടാള സ്ത്രീയാണ്. ആ സമയത്ത് വളരെ കൃത്യമായിട്ട് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടെങ്കിലും നമ്മൾ നോക്കിയാൽ മതി. വാൽമീകി വരെ പോയപ്പോൾ സംസ്കൃതം ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണെങ്കിൽ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിൽ വളരെ വ്യക്തമായിട്ട് എഴുത്തച്ഛൻ അത് തന്നെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എഴുത്തച്ഛൻ ഏത് കാലത്ത് ഇത് എഴുതിയെന്ന് ആലോചിച്ച് നോക്കുക. എഴുത്തച്ഛൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മനഃശുദ്ധി ഒന്നുണ്ടെങ്കിൽ, മനസ്സിലായില്ലേ, എനിക്ക് നിന്നെ സ്വീകരിക്കാൻ ഒരു മടിയുമില്ല. പുറമേയുള്ള വർഗവും വർണ്ണവും കുലവുമൊക്കെ അത് കേവലം പുറമേ ഉള്ളത് മാത്രമാണ്, അതൊന്നും എന്നെ ബാധിക്കുന്നതല്ല. അതുമാത്രമല്ല, കടിച്ചിട്ട് കൊടുത്ത പഴങ്ങളാണ് ആര് കഴിച്ചത്? ശബരി കടിച്ചിട്ടാണ് പഴം കൊടുക്കുന്നത് ശ്രീരാമൻ. എന്താ കാരണം? മധുരമുള്ളതാണോ കയർപ്പുള്ളതാണോ എന്ന് അറിഞ്ഞിട്ട്, കയർപ്പുള്ളതാണെങ്കിൽ ദൂരേക്ക് കളഞ്ഞിട്ട് മധുരമുള്ളതാണ് ആർക്ക് കൊടുത്തത്? രാമന് കൊടുത്തത്. ആ ഉച്ഛിഷ്ടമായിട്ട് കൊടുത്തത് പോലും വളരെ അല്ലേ താല്പര്യത്തോടു കൂടിയിട്ടാണ് രാമൻ ഭക്ഷിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക. ഇനി ഇതിനപ്പുറം രാമൻ തൻ്റെ സൗഹൃദം സ്ഥാപിച്ചത് ആരുമായിട്ടാണ്? വാനരന്മാരുമായിട്ടാണ്. ഇതിനെ എല്ലാത്തിനെയും മറച്ചു വെച്ചുകൊണ്ടാണ് ചില പ്രക്ഷിപ്തം കൂട്ടിച്ചേർക്കൽ കൊണ്ടുവരുന്നത്. ഇതൊക്കെ എല്ലാ കാലത്തെയും കടന്നു വരുന്ന ചില അപകടങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ശരി, ഇവിടെ നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ നമുക്ക് വരാം. ഇവിടെ അങ്ങനെ പാലാഴി മദനത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ പൂർത്തീകരിച്ചു. ആ പാലാഴി മദനത്തിൽ ഒരു ഭാഗത്ത് ദേവന്മാരും ഒരു ഭാഗത്ത് അസുരന്മാരും നിന്നു. പാലാഴി മദനം ആരംഭിച്ചു. ആ പാലാഴി മദനം നടക്കുന്ന സമയത്ത്
വാസുകിയുടെ കണ്ഠനാളത്തിൽ നിന്ന് വിഷം പുറത്തേക്ക് വന്നു. ഈ വിഷത്തെ ഈ ലോകത്തിന് നാശമുണ്ടാകാതിരിക്കാൻ സാക്ഷാൽ മഹാദേവൻ തൻ്റെ കൈകളിലേക്ക് വാങ്ങി അതിനെ ആഹരിച്ചു. അതിനെ തൻ്റെ കഴുത്തിലേക്ക് നിർത്തി. നീലകണ്ഠൻ എന്ന പേര് ലഭിച്ചു. ഇവിടെ കഥാരൂപത്തിൽ നമ്മൾ ഈ കുടുംബകഥ പോലൊക്കെ കഥകൾ പറയുമ്പോൾ കഥകളെന്നുള്ള നിലയിൽ ചില ചമത്കാരത്തിന് പാർവതി ദേവി പെട്ടെന്ന് കയറി തടഞ്ഞെന്നോ പിടിച്ചോന്നോ ഒക്കെ പറയുന്നൊരു തലം പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ മനസ്സിലാക്കുക, പാർവതി ദേവി സർവ്വവിധമായി ജ്ഞാനമുള്ളവളാണ് അല്ലേ. അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യ സിദ്ധാർത്ഥം എന്ന് പറഞ്ഞാൽ ജ്ഞാനബോധമുള്ളതാണ്. അപ്പം ഭഗവതിക്ക് അറിയില്ലേ ഭഗവാനെ ഇല്ലാതാക്കാൻ, ശാശ്വതമായ സത്യമായ ഈശ്വരനെ ഇല്ലാതാക്കാൻ ഈ വിഷം സാധിക്കില്ല. പിന്നെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അത്ര ആത്മാർത്ഥതയുള്ള ഒരാളെന്നുള്ള നിലയിൽ കഥാരൂപത്തിലൂടെ ചമച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? പക്ഷേ ഇതിൻ്റെ മറുഭാഗം നമ്മളെടുത്താൽ 5 ശിരസ്സുള്ള പാമ്പിൽ നിന്നല്ലേ ഈ വിഷം വന്നത് അല്ലേ? 5 ശിരസ്സിന് ഒരൊറ്റ ഉടലല്ലേ? ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഭാവമാണ്. പഞ്ചേന്ദ്രിയങ്ങളും മനസ്സാകുന്ന ഉടലും. പഞ്ചേന്ദ്രിയങ്ങളോടൊപ്പം രമിക്കുന്നത് ആരാണ്? മനസ്സാണ്. കണ്ണുകൊണ്ട് കണ്ടു, കണ്ടത് കണ്ണുകൊണ്ടാണെങ്കിൽ അതിനെ അനുഭവിക്കുന്ന ആരാ? കാഴ്ചയുടെ സുഖവും ദുഃഖവും ആനന്ദവും അനുഭവിക്കുന്ന ആരാ? മനസ്സാണ്. അപ്പോൾ കണ്ട ഒരാൾ, ദൂരെ കൂടെ പോകുന്ന ഒരാൾ നമ്മുടെ ശത്രുവാണ്, അയാളെ കണ്ടു, അയാൾക്ക് നമുക്ക് ശത്രുതയുണ്ട്, നമ്മൾ അയാളെ കണ്ടു. കണ്ട കണ്ണിന് അയാളോട് എന്തെങ്കിലും ദേഷ്യം തോന്നിപ്പിക്കുമോ? കണ്ണ് കറക്റ്റായിട്ട് ആ പിക്ചർ എടുത്തു, അകത്ത് കൊടുത്തു. അകത്തിരുന്നതിനെ നോക്കുന്ന ആരാ? മനസ്സാണ്. മനസ്സ് പറഞ്ഞു ഇവൻ്റെ ശത്രുവാ, മുഖമെല്ലാം നമ്മുടെ മുഖമെല്ലാം വലിഞ്ഞു മുറുകി വരും. വരത്തില്ലേ? വരുമോ? വരത്തില്ലേ? ഏതെങ്കിലും ഒരു വാക്ക് കേട്ടു, നമ്മളെക്കുറിച്ച് ആരെങ്കിലും മോശമായി പറഞ്ഞു എന്ന് പറഞ്ഞ് കേട്ടു, അല്ലെങ്കിൽ നന്നായി ഒരാൾ നമ്മളെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞു എന്ന് ആരെങ്കിലും എന്ന് പറയാം, ഓ നിന്നെക്കുറിച്ച് അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ സുഖിക്കുന്നതാരാ? കാതാണോ? മനസ്സാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നാവിലേക്ക് വെക്കുന്ന രുചി ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ ആസ്വദിക്കുന്ന ആരാ? മനസ്സാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ മനസ്സ് ഇന്ദ്രിയങ്ങളോട് ചേർന്ന് വിഷയങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആ വിഷയരാഗങ്ങളെ വിഷമെന്നറിയണം എന്നൊരു വ്യാഖ്യാനമുണ്ട്. കാരണം എന്താ? ജീവിതത്തിൽ നമ്മളെ പലതിലേക്ക് വലിച്ചടിച്ചു കൊണ്ടുപോകും. അതാണ് വിഷം. ബുദ്ധിമുട്ടിക്കുന്നത്. മനസ്സിലായില്ലേ? വിഷമിപ്പിക്കുന്നത് എന്തോ അത് വിഷം. അതിലേറ്റവും കൂടുതൽ ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും കഠിനമായ വിഷമുള്ള ഇന്ദ്രിയം ഏതാ? ഇന്ദ്രിയങ്ങളിൽ കഠിനമായി വിഷമുള്ള ഇന്ദ്രിയം ഏതാ? അപകടമുള്ള ഇന്ദ്രിയം ഏതാ? കണ്ണ്, നാക്ക്, മൂക്ക്, തൊക്ക്, ചെവി, ഇതാണ് ഇന്ദ്രിയങ്ങൾ. ഇതിൽ ഏതാ? നാക്കാണ്. ഭഗവാന് തന്നെ അറിയാം. മനസ്സിലായില്ലേ? നമ്മൾ പറഞ്ഞാൽ വളരെ നല്ലത്. ഭഗവാൻ അതുകൊണ്ട് 2 പൂട്ടിട്ടാണ് ഈ സാധനം തന്നത്. മനസ്സിലായില്ലേ? ഇത് ആവശ്യമില്ലാതെ പുറത്തു വിടരുതില്ല. കടിക്കുന്ന പട്ടിയെ വളർത്തണക്ക് ആവശ്യമില്ലാതെ പുറത്തു വിട്ടത് ആരെങ്കിലും കടിക്കും. പിന്നെ അവരെ വീട്ടുകാർ മുഴുവൻ പരാതിയും പറഞ്ഞുകൊണ്ട് വടിയും തടിയായിട്ട് ഇങ്ങോട്ട് വന്ന് അല്ലേ പട്ടിയെയും തല്ലിക്കൊല്ലും, പട്ടിക്കൂടിനെയും തല്ലിക്കൊല്ലും. ഇത് അവസ്ഥ നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ്. ആദ്യം എന്ത് ചെയ്തു? പല്ലുകൊണ്ടൊരു പൂട്ട് വന്നു, പിന്നെ ചുണ്ടുകൊണ്ടൊരു പൂട്ട് വന്നു. 2 പൂട്ടിട്ടാണ് തന്നത് ഇല്ലേ? പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യും? ഇത് അകത്തിടുവോ പുറത്തിടുവോ? സംഭവം അകത്താണോ എന്ന് വെച്ചാൽ അകത്താണെന്നേ പറയാൻ പറ്റൂ. പക്ഷേ കൂടുതൽ സമയം എന്താ? പുറത്തിടക്കമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കപ്പെടേണ്ട ഇന്ദ്രിയം നാക്കാണ്. മനസ്സിലായില്ലേ? ആ നാവിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്രതാനുഷ്ഠാനം കൂടിയാണ് ശിവരാത്രി. ആ നാവിൻ്റെ സ്ഥാനത്താണ് ഈ വിഷം വന്ന് നിന്നത്. അപ്പോൾ ഈ നാക്ക് കൊണ്ട് ഭഗവാനിലേക്ക് ചേർന്ന് ഭഗവത് ചിന്തയോട് ചേർന്നപ്പോൾ ആ വിഷം അലങ്കാരമായി മാറി. ഭഗവത് ചിന്തയില്ലാതെ ആ രീതിയിലുള്ള തലമില്ലാതെയുള്ള നാക്കിൻ്റെ ഉപയോഗം എന്തായി മാറും? വിഷമായി മാറും. മനസ്സിലായോ? അപ്പോൾ ഭഗവാനോട് ചേർന്നപ്പോൾ അത് അലങ്കാരം, അതാണ് നീലകണ്ഠൻ, അലങ്കാരമായി മാറി. അപ്പം നമ്മളും എപ്പോഴും സംസ്കാരത്തോടും ധർമ്മത്തോടും ചേർന്ന് നാവിനെ ഉപയോഗിച്ചാൽ ആ നാവ് ലക്ഷ്മിക്ക് തുല്യമായിരിക്കും. മനസ്സിലായോ? സംസ്കാരവും ധർമ്മവും ഇല്ലാതെ നാവിനെ ഉപയോഗിച്ചാലോ ലക്ഷ്മിക്ക് തുല്യമാവുമോ? അത് നാശത്തിന് തുല്യമായി മാറും. ആ ഒരു നിലയിലേക്ക് നമുക്കതിനെ കാണാം. അത് കഴിഞ്ഞിട്ട് പല വസ്തുക്കളും അവിടെ നിന്ന് ഉയർന്നു വന്നു. ഇതിനിടയ്ക്ക് പാലാഴി താഴേക്ക് താഴ്ന്നു പോകുന്ന അവസ്ഥ വന്നു. അവിടെ നിന്ന് ഉയർന്നു വന്ന മലർമങ്ക എന്നറിയപ്പെടുന്ന സാക്ഷാൽ ലക്ഷ്മി ദേവി ഭഗവാന്റെ സവിധത്തിലേക്ക് വന്നു ചേർന്നു. ഭഗവാനെ മാലയിട്ട് ചാർത്തി സ്വീകരിച്ചു. കൗസ്തുവം വന്നു, അത് ഭഗവാൻ സ്വീകരിച്ചു. അങ്ങനെ ഓരോ വസ്തുക്കളും ഓരോരുത്തരെ സ്വീകരിച്ചു. വാരുണി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉയർന്നു വന്നു. അസുരന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് വേണം, എല്ലാവരെയും നിങ്ങൾ തന്നെ എടുത്താൽ പോരാ. അസുരന്മാർ അവരെ സ്വീകരിച്ചു. ഇങ്ങനെ അവരവർക്ക് യോഗ്യതയുള്ളതനുസരിച്ച് ഓരോരുത്തർക്കും അവരവർക്ക് പലതും അതിൽ നിന്ന് കിട്ടി. ഈ പർവ്വതം താഴേക്ക് താഴ്ന്നു പോകുന്ന സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു? കൂർമ്മത്തിൻ്റെ രൂപത്തിൽ അടിയിൽ വന്നിട്ട് ആമയുടെ രൂപത്തിൽ വന്ന് ഈ പർവ്വതത്തെ താങ്ങി നിർത്തി. ഒടുവിൽ അമൃത് പൊങ്ങി വന്നു. കയ്യൂക്കുള്ളവൻ വളരെ വേഗത്തിൽ അത് തട്ടിപ്പറിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അസുരന്മാർ കൊണ്ടുപോവുകയും ചെയ്തു.
ഇവിടെ എന്താണ് ഈ കൂർമാവതാരം എന്ന് നമ്മൾ ചിന്തിച്ചാൽ, ഈ കൂർമാവതാരം ചില ഇന്ദ്രിയ നിയന്ത്രണത്തെ പഠിപ്പിക്കുന്നതാണ്. ഇവിടെ മുമ്പേ പറഞ്ഞല്ലോ, ഇന്ദ്രിയങ്ങളെയാണ് അവിടെ നിയന്ത്രിക്കുന്ന, നാക്കിനെയൊക്കെ നിയന്ത്രിക്കണം. അത് വിഷമകരമാണെങ്കിൽ ഈ ഇന്ദ്രിയങ്ങളെ ഉൾവലിക്കണം. ശരിയായ ഈശ്വര ചിന്തയിൽ കണ്ണ് കണ്ണിൻ്റെ വഴിക്കും, മൂക്ക് മൂക്കിൻ്റെ വഴിക്കും, നാക്ക് നാക്കിൻ്റെ വഴിക്കും, കാത് കാതിൻ്റെ വഴിക്കും പല വഴിത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ മനസ്സിന് എന്തുണ്ടാവില്ല? ഏകാഗ്രത ഉണ്ടാവില്ല. ഏകാഗ്ര ചിത്തനാവണമെങ്കിൽ നമ്മളെ ശ്രദ്ധ ഒന്നിലേക്ക് വരണമെങ്കിൽ കണ്ണും നാക്കും മൂക്കും ഒക്കെ ഒന്നിലേക്ക് കൊണ്ടുവരണ്ടേ? വേണോ വേണ്ടയോ? അതിനാണ് ആമയെ അവിടെ പ്രതീകമാക്കിയത്. എന്താ ആമ? 6 അംഗങ്ങളെ ഉള്ളിലേക്ക് വലിക്കുന്ന ജീവിയാണ് ആമ. 5 ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയങ്ങളിലൂടെയുള്ള ആനന്ദത്തെ അനുഭവിക്കുന്ന മനസ്സാകുന്ന തലയും. മനസ്സിലായില്ലേ? ആമയുടെ 2 കൈ, 2 കാല്, 1 വാല്, 1 തല. ഇത് ഇത്രയും ഈ 6 അംഗങ്ങളെ ഉള്ളിലേക്ക് വലിക്കണം. അതാണ് ഭഗവാന്റെ സഹസ്രനാമത്തിൽ തന്നെ പറയും അധോക്ഷജൻ. കണ്ണുകൾ 5ഉം ഉള്ളടക്കുക, ഉള്ളിലേക്കാക്കി ഉള്ളിലുള്ള ആനന്ദത്തെ അനുഭവിക്കുക. അപ്പോൾ ആ ഇന്ദ്രിയങ്ങളെ ഉള്ളടക്കിയ ആ പരമാനന്ദത്തിൽ എന്തിനെ ഉറപ്പിക്കണം? ബുദ്ധി. മന്ദരപർവ്വതം ബുദ്ധിയാണ്. അതിനെ ഉറപ്പിച്ച് മനസ്സിനെ അതുമായി ബന്ധിപ്പിച്ച്, ബുദ്ധിയുമായി ബന്ധിപ്പിച്ച് അതിൻ്റെ രാഗദേശങ്ങളാകുന്ന നന്മതിന്മകളെ ഇരുഭാഗങ്ങളിൽ നിർത്തി സമഭാവത്തിൽ നിർത്തി കടഞ്ഞെടുക്കുമ്പോൾ ജ്ഞാനം ഉയർന്നു വരും. ജ്ഞാനമാണ് അമൃത്. ഈ അമൃതാണ് ആര് കൊണ്ടുപോയത്? അസുരന്മാർ കൊണ്ടുപോയത്. ഈ സമയത്തേക്ക് ഭഗവാൻ മോഹിനി അവതാരത്തിലേക്ക് വന്നു. മോഹിനി അവതാരത്തിൽ ചെന്ന ഭഗവാനാകട്ടെ അസുരന്മാരെ ഭ്രമിപ്പിച്ചു. അവസാനം അമൃത ആർക്ക് കൊണ്ടുകൊടുത്തു? ദേവന്മാർക്ക് കൊടുത്തു. ഇവിടെ അജ്ഞാനികൾ ഭ്രമത്തിൽ വശംബദ്ധരാകുമ്പോൾ അവരെ കയ്യിലിരിക്കുന്ന ശ്രേഷ്ഠമായത് പോലും ഉപയോഗിക്കാൻ സാധിക്കാതെ നഷ്ടപ്പെടുന്നവരായ ആര് മാറും? അജ്ഞാനികൾ എത്തപ്പെടും. അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഏതൊരു കഴിവിനെയും ഉപയോഗിക്കണമെങ്കിൽ, ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ള ഏതൊരു കഴിവിനെ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അജ്ഞാനം വേണോ? ജ്ഞാനം വേണോ? ജ്ഞാനം വേണം. മനസ്സിലായില്ലേ? ജ്ഞാനമില്ലെങ്കിൽ വേറെ ബുദ്ധിമാന്മാർ വന്ന് നമ്മളെ വഴിയിലാക്കിയിട്ട് പോകും. അപ്പോൾ ആ ഒരു തലത്തെ കൂടി നമുക്ക് വളരെ ചുരുക്കി നമുക്ക് പാലാഴി മദനത്തെ ചർച്ച ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യത്തെ കൂടി ഒന്ന് ചർച്ച ചെയ്ത് നമുക്ക് കടന്നു വരാം.